അപ്പോഴും ഗായത്രി സേതുവിനെ യാതൊന്നും ചെയ്യാതിരുന്നതിൽ എനിക്ക് അത്ഭുതം ആയിരുന്നു. കാരണം ദുർമന്ത്രവാദത്തിൽ പ്രാവീണ്യം നേടിയ ഒരുവൾ തൻ്റെ പ്രിയപ്പെട്ടവനെ കൊലപ്പെടുത്തിയെന്ന് സംശയിക്കുന്ന ഒരുവനെ ഒരിക്കലും സമാധാനമായി ജീവിക്കുവാൻ അനുവദിക്കുന്നതല്ല. ഞാൻ പലപ്പോഴായി അവളെ പറഞ്ഞ് തിരുത്താൻ ശ്രമിച്ചിട്ടും അവളെൻ്റെ വാക്കുകൾ ചെവിക്കൊള്ളുവാൻ തയ്യാറായിരുന്നില്ല. അവളുടെ പെരുമാറ്റത്തിൽ പോലും വല്ലാത്ത പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പോൾ ഗുപ്തൻ മരിച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗായത്രി മനയിൽ പെട്ടെന്നൊരു ആവശ്യവുമായി കടന്നു വന്നു. എന്തോ നിയോഗം പോലെ അവളുടെ ആവശ്യം കേട്ട് എനിക്ക് പോലും അത്ഭുതം തോന്നിപ്പോയി. കാരണം അവൾ ആജന്മ ശത്രുവായി മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സേതുമാധവനെ വിവാഹം കഴിക്കണം എന്നതായിരുന്നു അവളുടെ ആവശ്യം. കാരണം അവളോട് തിരക്കിയപ്പോൾ അവളുടെ മറുപടി എനിക്കും പിന്നീട് സംശയങ്ങളൊന്നും ഉണ്ടാക്കിയതുമില്ല. ഗുപ്തൻ അവസാനമായി ആഗ്രഹിച്ചത് ഇതായിരുന്നു എന്ന് ബാക്കിയെല്ലാവരും അത് വിശ്വസിച്ചു. അത് പൂർണ്ണമായും ഞാൻ വിശ്വസിച്ചില്ല എന്നതാണ് സത്യം. സേതുവിനെ അപായപ്പെടുത്താനുള്ള എന്തേലും വലയാണോ എന്ന് പോലും സംശയമുണ്ടായി. സേതുവിനോട് ഈ കാര്യം ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അവൻ എല്ലാവർക്കും നേരെ ചീറി. അവൻ മരിച്ചു മനസ്സിൽ നിന്ന് പോലും വ്യസനം മാറാത്ത ഈ സമയത്ത് വിവാഹമെന്ന് പറയാൻ നിങ്ങൾക്കാർക്കും കണ്ണിച്ചോരയില്ലേ? പക്ഷേ ഗായത്രിക്ക് താല്പര്യമുണ്ടെന്ന് കേട്ടപ്പോൾ സേതുവിനും വാശിയായി. അങ്ങനെ ഏറ്റവും അടുത്ത തീയതിയിൽ അവരുടെ വിവാഹം നിശ്ചയിച്ചു. എല്ലാം സന്ധ്യയിൽ പറഞ്ഞു തീരുന്നിൽ തീരട്ടെ എന്ന് ഞാനും കൊതിച്ചുപോയി. എന്നാലും ഗുപ്തൻ എന്ന കനൽ മനസ്സിൽ എരിഞ്ഞുകൊണ്ടേയിരുന്നു. വിവാഹത്തിൻ്റെ തലേനാൾ ഗുപ്തൻ്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുന്ന എന്നെ ചേർത്ത് പിടിച്ച് മൂർധാവിൽ ചുംബിച്ച് നിൽക്കുന്ന ആരുവിൻ്റെ പപ്പയെ കണ്ട സേതു, എൻ്റെ ഈശ്വര, ആ വരവ് ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കില്ല. പ്രേമമെന്ന വികാരം എൻ്റെ ഒരു കൂടപ്പിറപ്പിൻ്റെ ജീവൻ അപഹരിച്ചു. ഇനിയും എനിക്ക് വയ്യ, അവൻ അലറി. ഞാൻ മനസ്സറിഞ്ഞ് ആരെ വിശ്വസിച്ചാലും സകലവന്മാരും ഇന്നേ വരെ എന്നെ ചതിച്ചിട്ടേയുള്ളൂ. പ്രേമമെന്ന വികാരം അത് ദിവ്യമായ ഒന്നല്ല. പ്രിയപ്പെട്ടവരുടെ പ്രാണനും അത് അപഹരിക്കും. അത്രയും പറഞ്ഞവൻ എന്നെ വലിച്ച് മനയിൽ കൊണ്ടുവന്ന് പൂട്ടിയിട്ടു. ഒത്തിരി തല്ലി കലിയടങ്ങുവോളം. പിറ്റേന്ന് വെളുപ്പിന് ഫിലിപ്പ് മറ്റാരും കാണാതെ അമ്മയുടെ സഹായത്താൽ എന്നെയും കൂട്ടി അവിടെ നിന്നും രക്ഷപ്പെട്ട് മുംബൈ എത്തി. പിന്നീട് മനയിൽ നടന്നത് യാതൊന്നും അപ്പച്ചിക്കറിയില്ല മോളെ. എന്തെല്ലാമോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗായത്രി അവൾ മാസങ്ങൾക്ക് ശേഷം മരിച്ചുവെന്ന് പറഞ്ഞു കേട്ടിരുന്നു. അതുപോലും ഉറപ്പില്ല. ഗായത്രി അപ്പോൾ മനയുടെ പല ഭാഗത്തും എന്നെ തേടി വരുന്ന ആ സ്ത്രീരൂപം അത് ഗായത്രി ആയിരുന്നു. അച്ചമ്മ പലപ്പോഴും എന്നോട് പറയുവാൻ മടിക്കുന്ന ഇടയ്ക്കിടെ മേപ്പാടിനെ കാണുവാൻ പോകുന്ന ആ കാരണം ഗായത്രിയാണോ? കിച്ചുവിൻ്റെ ഉള്ളിൽ സംശയങ്ങൾ നുരഞ്ഞു പൊങ്ങി. ഗായത്രി അവളാണ് മോളെ പിന്തുടരുന്നതെങ്കിൽ മോള് ശ്രദ്ധിക്കണം. മോള് മാത്രമല്ല, നെച്ചുവും. കൂർമ്മ ബുദ്ധിയുള്ളവളാണ് അവൾ. നിന്നെ ലക്ഷ്യം വെച്ച അവസാനം നെച്ചുവിനെ അപായപ്പെടുത്തുവാനും അവൾ മടിക്കില്ല. ആഭിചാരത്തിൽ തലയെടുപ്പുള്ളവൾ ആയതുകൊണ്ട് എന്തു ദുഷ്ടപ്രവൃത്തിയും പ്രതീക്ഷിക്കാം. സൂക്ഷിക്കണം. പെട്ടെന്നാണ് ആകാശത്തിൽ നിന്ന് കാതടിപ്പിക്കുന്ന ശബ്ദത്തോടെ ആർത്തനാദത്തോടെ ഒരു ഇടിമിന്നൽ. മിന്നൽ പിണർ പോലെ അവരിരുവർക്കും ഇടയിലേക്ക് വന്നു പതിച്ചത്. രണ്ടാളും ഞെട്ടിക്കൊണ്ട് കുതറിമാറി. അങ്ങ് ദൂരെ ഇളവള്ളിമഠത്തിൽ അടഞ്ഞുകിടന്ന മുറിയിലെ രക്തദാഹി ആർത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഹഹഹഹ, വിടില്ല ഞാൻ സേതുമാധവ, നിന്നെയും നിന്റെ ചോരകളെയും മുച്ചോട് മുടിക്കും ഈ ഗായത്രി. മുകളിൽ ബാൽക്കണിയിൽ രാത്രി ഏറെ വൈകിട്ടും അമ്മയെ കാണാതായപ്പോൾ നോക്കി വന്ന ആരോൺ ഇരുവരുടെയും സംസാരം കണ്ട് അവിടെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. അതെ, ഇനി അപ്പച്ചിയുടെയും മരുമകളുടെയും സന്ധി സംഭാഷണം നാളെ. അവിടെ നിന്ന് ഇടിവിട്ടുകൊണ്ട് കരിയേണ്ട, ആരോൺ മുകളിൽ നിന്നും വിളിച്ചു പറഞ്ഞു. പക്ഷെ അസ്വാഭാവികമായി പടർന്ന ആ മിന്നലിൻ്റെ ഞെട്ടലിലായിരുന്നു അവർ ഇരുവരും. പിന്നീട് തമ്മിൽ യാത്ര പറഞ്ഞ് രണ്ടാളും എതിർദിശയിൽ നടന്നു നീങ്ങുമ്പോഴും അപ്പച്ചിയുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഭയം ഉടലെടുത്തുകൊണ്ടിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഗായത്രി. നാളിതുവരെ അവളെക്കുറിച്ചൊരു ഭയം മനസ്സിൻ്റെ കോണിൽ എവിടെയോ മങ്ങി നിന്നിരുന്നെങ്കിലും ഇന്നവളുടെ ചിന്തകൾ മറനീക്കി പുറത്തു വന്നോ എന്നൊരു സംശയം. ഇപ്പോൾ അതിനേക്കാൾ വലിയൊരു ഭയം എന്തെന്നാൽ മറ്റെല്ലാവർക്കും ഞെട്ടലുണ്ടാക്കുന്ന വലിയൊരു രഹസ്യം. ആരുവിൻ്റെ പപ്പയ്ക്കും അറിയാവുന്നൊരു രഹസ്യം. ആരു അവൻ ഗുപ്തൻ്റെ അതേ ഛായയാണ്. ഒറ്റനോട്ടത്തിൽ കണ്ടാൽ മരിച്ച ഗുപ്തൻ്റെ പുനർജന്മം. മനയിലെ ഓരോ മൺതരിക്കും സംശയം ഉളവാക്കുന്ന രീതിയിലുള്ള സാമ്യമാണ് ആരുവും ഗുപ്തനും തമ്മിൽ. ഇനി ഗായത്രി എൻ്റെ ആരുവിനെ കാണുവാൻ ഇടയായാൽ എൻ്റെ തേവരെ. അപ്പച്ചി നെഞ്ചിൽ കൈവച്ച് വിളിച്ചുപോയി. എന്താണ് ഈ മിഡ് നൈറ്റ് അപ്പച്ചിക്ക് അവളോട് ഇത്രയും സംസാരിക്കുവാൻ? ആരോണ് അമ്മയെ ചേർത്ത് പിടിച്ച് ഞൊണ്ടി നടന്നുകൊണ്ട് ചോദിച്ചു. ആരു, ഇങ്ങനെ നടക്കാതെ പോയി കിടക്ക്. ഇങ്ങനെ നടന്ന കാലിൽ നീരുവെക്കും. ചെല്ല്. അവർ അവനരികിൽ നിന്നും പരിഭ്രമത്തോടെ നടന്നു നീങ്ങി. അമ്മ അവിടെ നിന്ന് എന്നോട് എന്താ ഹൈഡ് ചെയ്യുന്നത്? എന്താ ഇത്രയും സീരിയസ് മാറ്റർ? പറയ്, അവൻ അമ്മയ്ക്കെതിരെ വന്നു നിന്നുകൊണ്ട് ചോദിച്ചു. അതിപ്പോൾ നീ അറിയേണ്ട കാര്യമില്ല. പറയേണ്ട സമയമാവുമ്പോൾ ഞാൻ പറയും. മോൻ പോയി ഉറങ്ങാൻ നോക്കിക്കേ.
എന്നെ വളക്കാനുള്ള വിദ്യ അവൾക്ക് പറഞ്ഞു കൊടുത്തല്ലേ കൊച്ചു ഗള്ളി. മനസ്സിലായി കേട്ടോ. അവൻ അമ്മയുടെ കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. അയ്യടാ, നായികക്ക് 40 വട്ടം അവളെ ചീത്ത പറയുന്ന നിന്നേക്കാൾ എത്രയോ നല്ലതാണ് ആ വരുൺ. അവൾക്ക് ചേരും. ഞാൻ അവളോട് പറയുമായിരുന്നു അവനെ നമുക്ക് ആലോചിച്ചാലോ എന്ന്. അമ്മ, അവൻ അലറി. കുമ്മ, മിണ്ടത് വല്ലയിടത്തും പോയി കിടന്നോണം ചെക്ക. മര്യാദക്ക് അവൻ്റെ പിന്നാലെ ഉണ്ടായിരുന്ന പെണ്ണ. അവളെ പാതിക്ക് വൈരാഗ്യത്തിൻ്റെ പേരും പറഞ്ഞ് ഇട്ടേച്ചു പോന്നിട്ട് അവൻ്റെ പോയി കിടന്നുറങ്ങടാ. അപ്പച്ചി അവനെ അടിമുടി നോക്കിയിട്ട് മുറിവിട്ടിറങ്ങി. ഉള്ളിൻ്റെ ഉള്ളിൽ ആയിരം സന്തോഷത്തിൻ്റെ പൂത്തിരികൾ തെളിഞ്ഞുകൊണ്ട്. പിറ്റേന്ന് രാവിലെ സൺഡേ ആയതുകൊണ്ട് ജെന്നിക്കൊപ്പം ഒന്ന് ചർച്ച് വരെ പോയി തിരികെ വന്നപ്പോൾ അപ്പച്ചി തേവക്കൽ വീടിൻ്റെ വാതിൽക്കലുണ്ട്. കിച്ചു, രണ്ടാളും വേഷം മാറി വേഗം വായോ, കുറച്ച് ജോലിയുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് സ്റ്റാഫെല്ലാം ലീവാണ്. ഇന്ന് നമുക്ക് ഇവിടെ കിച്ചണിലാവാം. അപ്പച്ചി സന്തോഷത്തോടെ പറഞ്ഞു. എൻ്റെ പൊന്നു മോളെ, നീ വേണേ പോയിക്കോ. നിൻ്റെ ലവൻ ആരോൺ നമ്മളെങ്ങാനും കണ്ടാൽ കടിച്ച് കീറാൻ വരും. നീ ധൈര്യമായി വാ. നമ്മളെ വിളിച്ചത് അപ്പച്ചിയല്ലേ, ബാക്കി അപ്പച്ചി നോക്കിക്കോളും. തമ്പുരാൻ അറിയാം. ജെന്നി കുരിശും വരച്ച് കിച്ചുവിനൊപ്പം തേവക്കിലേക്ക് നടന്നു. എന്താ അപ്പച്ചി ഇന്ന് സദ്യയൊക്കെ? അടുക്കളയിൽ ധൃതി കൂട്ടി അവിയലിനെ നുറുക്കുന്ന അപ്പച്ചിയോട് കിച്ചു ചോദിച്ചു. ഇന്ന് ചെറിയൊരു വിശേഷമുണ്ട് മോളെ. ഇന്ന് ആരുവിൻ്റെ പാപ്പയുടെ പിറന്നാളാണ്. അതിൽ ഈ വട്ടം ഇരട്ടി മധുരം ഉണ്ട് കേട്ടോ. എന്തെന്നാൽ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ആരു പാപ്പയുടെ പിറന്നാളിന് കൂടുന്നത്. അപ്പച്ചി സാരിയുടെ മുന്താണി അരയിലേക്ക് മുറുക്കിക്കൊണ്ട് പറഞ്ഞു. ഓ ജീസസ്, അവിയൽ, സാമ്പാർ, തോരൻ, അച്ചാർ, പപ്പടം ആൻഡ് പാലട പായസം. അതും വർഷങ്ങൾക്ക് ശേഷം, അതും മുംബൈയിൽ. സന്തോഷം കൊണ്ട് ഞാനിപ്പോൾ തിന്നു തീർക്കും. ജെന്നി ഒരു നിമിഷം പരിസരം മറന്നുപോയി. അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ കിച്ചുവിനെ മാത്രം കൂട്ടിയാൽ മതിയെന്ന്. ഇങ്ങോട്ടേക്ക് ഈ പാട്ടപ്പെറുക്കിയെ കൂട്ടിയാൽ ഇതാ പ്രോബ്ലം. ഷാരു അവർക്കരികിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. അയ്യോടാ, ഞാൻ നല്ല ഒന്നാം തരം തറവാട്ടിൽ പിറന്നത് തന്നെയാ. ഞാൻ പാട്ട് പെറുക്കിയൊന്നുമല്ല. വവ. അവൾ ഷാരുവിനെ നോക്കി കൊഞ്ഞനം കാട്ടി. ഈ ബഹളത്തിൻ്റെ ഇടയിലേക്കാണ് ആരുമല്ലേ നടന്നു വരുന്നത്. ആരുവിനെ കണ്ടപ്പോൾ അസംബ്ലി പിരിച്ചുവിട്ട പോലെ പലരും പല വഴി തിരിഞ്ഞു. ഷാരോൺ മെല്ലെ സ്ഥലം കാലിയാക്കി. ജെന്നി അപ്പച്ചിക്കൊപ്പം പച്ചക്കറി നുറുക്കുവാൻ അപ്പുറത്തേക്ക് കൂടി. കിച്ചു തേങ്ങയും എടുത്ത് തേങ്ങ ചിരകാൻ തുടങ്ങി. തൊട്ടപ്പുറത്തെ വാതിലിൽ അവളെയും നോക്കി നിൽക്കുന്ന ആരുവിനെ ഇടയ്ക്കവൾ പാളി നോക്കുന്നുണ്ടായിരുന്നു. കിച്ചു നോക്കുമ്പോൾ അവൻ മുഖം തിരിക്കും. അവൾ മുഖം തിരിക്കുമ്പോൾ അവൻ വീണ്ടും അവളെ നോക്കും. ആരു ചുറ്റിനു നോക്കി. ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൻ മെല്ലെ നടന്ന് കിച്ചു തേങ്ങ ചിരകുന്നിടത്ത് വന്നു നിന്നു. അവൻ അരികിലേക്ക് അടുക്കുന്തോറും അവളുടെ ഹൃദയമിടിപ്പ് കിലോമീറ്ററുകൾക്കപ്പുറം കേൾക്കാമായിരുന്നു. ചുമ്മാ നിന്നങ്ങ് വിയർക്കുക. ഇട്ടിരിക്കുന്ന ടോപ്പിൻ്റെ നെക്കെല്ലാം നിമിഷനേരം കൊണ്ട് വിയർപ്പിൽ കുതിർന്നു. അവളുടെ ചെന്നിയിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന വിയർപ്പ് തുള്ളികളെ അവൻ സസൂക്ഷ്മം നിരീക്ഷിച്ചു. ആ വിയർപ്പ് തുള്ളികൾ അവളുടെ ചെന്നൈയിലൂടെ ഒഴുകി കഴുത്തിലേക്ക് ചേർന്ന് അവിടെ നിന്നും അവളുടെ നെഞ്ചിലൂടെ ടോപ്പിനുള്ളിലേക്ക് ചേർന്നു. ഒരു നിമിഷം ആ വിയർപ്പ് തുള്ളിയോട് പോലും അവന് പ്രണയം തോന്നിപ്പോയി. വീണ്ടും ഒഴുകിയിറങ്ങുന്ന വിയർപ്പ് തുള്ളിയെ അവളുടെ കഴുത്തിൽ വെച്ച് അവൻ്റെ ചൂണ്ടുവിരലാൽ അവൻ തടഞ്ഞു. അവൻ്റെ കേവലം ഒരു വിരൽ സ്പർശം പോലും അവളിൽ കറണ്ടടിച്ച പോലെ മാറ്റങ്ങൾ ഉളവാക്കി. ഒരു നിമിഷം അവൾ കണ്ണുകൾ ഉയർത്തി തൻ്റെ ശ്വാസത്തിൻ്റെ പാതി മുഖത്ത് തട്ടുന്നവനെ അങ്ങനെ നോക്കി നിന്നു. ആരുവും അവളുടെ കണ്ണുകളിലേക്ക് ആഴ്ന്നു നോക്കി അതേ നിൽപ്പാണ്. അവൻ കുറച്ചുകൂടെ അവൾ കരികിലേക്ക് ചേർന്ന് നിൽക്കാൻ വല്ലാതെ കൊതിച്ചു പോയിരുന്നു. അവളുടെ ചുണ്ടുകൾ വിറകൊള്ളുന്നത് അവന് വളരെ വ്യക്തമായി കാണാമായിരുന്നു. അവളുടെ ചുണ്ടിനുമേൽ പൊടിഞ്ഞ വിയർപ്പ് അവൻ അവൻ്റെ വിരലുകളാൽ മായ്ച്ചു. അവളുടെ ചുണ്ടുകളിലൂടെ അവൻ്റെ വിരലുകൾ മെല്ലെ, വളരെ മെല്ലെ ഒന്ന് പതിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകളും അവളുടെ അധരങ്ങളിൽ ആയിരുന്നു. അവൻ വീണ്ടും അവളുടെ അധരങ്ങളെ തഴുകി ഉണർത്തി. അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. ഇരുവരുടെയും ശ്വാസഗതി പോലും കുളിരണിഞ്ഞു. ധോം! ചിരകിക്കൊണ്ടിരുന്ന തേങ്ങാമുറി അവളുടെ കയ്യിൽ നിന്നും തെന്നി പാത്രത്തിലേക്ക്. ശബ്ദം കേട്ടപ്പോഴാണ് ഇരുവർക്കും സ്ഥലകാലബോധമുണ്ടായത്. അത്രയും അരികിൽ ആരുവിനെ കണ്ടപ്പോൾ കിച്ചു അവനെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് അലറി, സ്റ്റേ അവേ ഫ്രം മീ. അവളുടെ ആ തള്ളലിൽ അവൻ പിന്നിലേക്ക് ആഞ്ഞ് വിൻഡോയിൽ വന്ന് തട്ടി. അപ്പോഴാണ് അവന് നടക്കാൻ വയ്യ എന്ന് അവളും ഓർത്തത്. ഔഫ്, കൊല്ലുവോ എന്നെ? അവൻ കള്ളച്ചിരിയാലെ വാതിലിൽ തട്ടിയ തലയുടെ ഭാഗം തിരുമ്മിക്കൊണ്ട് ചോദിച്ചു. അവൾ അവനെ കൂർപ്പിച്ച് നോക്കി നിൽക്കവേ ശബ്ദം കേട്ട് എല്ലാവരും ഓടിയെത്തി. എന്താ ഇവിടെ ഒരു ശബ്ദം കേട്ടത്? അപ്പച്ചി പരിഭ്രമത്തോടെ ചോദിച്ചു. അമ്മയുടെ അനന്തരവൾ തേങ്ങ ചിരകി പാത്രത്തിൽ വീണതാ. ആരും ഒന്നും അറിയാത്ത പോലെ പറഞ്ഞു. ഹോ ഭാഗ്യം, ഞാൻ കരുതി നീ ഇനി എന്തേലും കാട്ടിക്കൂട്ടിയിട്ട് കിച്ചു നിന്നെ ചിരവ് കൊണ്ട് തലക്കടിച്ചതാവുമെന്ന്. ഏറ്റവും പിന്നിൽ നിന്നും ദേവ് ചിരി അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, എനിക്കിട്ട് പണിയാനായി കൃത്യസമയത്ത് ഇതെവിടുന്ന് ചാടി വരുന്ന മണവാളാ? ആരു ചമ്മലോടെ ചോദിച്ചു. പർച്ചേസ് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. I avoid it, but purchase likes me. I cannot avoid. എന്ന് വെച്ച് എൻ്റെ അമ്മ മഹദിയിൽ അവൾക്ക് വേണ്ടി ഷോപ്പിലെ സകലതും വാരിക്കൂട്ടുവാടാ. മോനായ എനിക്ക് പോലും ഇത്ര ധൃതിയിൽ വാങ്ങാറില്ല, ബ്ലഡി ഗ്രാമവാസി. ദേവ് ഷാരുവിൻ്റെ തോളിൽ തല ചായച്ചുകൊണ്ട് പറഞ്ഞു. ദേവ് അമ്മായിയമ്മയും മരുമകളും ആയിട്ടല്ല, സ്വന്തം മകളും അമ്മയുമായി വേണം ഓരോ വീട്ടിൽ ജീവിക്കുവാൻ. നിന്റെ വിവാഹം കഴിഞ്ഞിട്ട് വേണം എല്ലാവർക്കും കൂടെ നമ്മുടെ ഷാരുവിനെ ഒരു കുട്ടിയെ നോക്കാൻ, അപ്പച്ച കൂട്ടിച്ചേർത്തുകൊണ്ട് പറഞ്ഞു. അത് പറയുമ്പോൾ ജെന്നിയുടെ കണ്ണുകൾ ഷാരോണിനെ പിന്തുടർന്ന് നിൽക്കുകയായിരുന്നു. അറിയാതെയാണെങ്കിലും ഷാരോണിൻ്റെ
കണ്ണുകളും ജെന്നിയുടെ കണ്ണുകളിൽ ആഴ്ന്നിറങ്ങി. ഉച്ചയ്ക്ക് അത്യുഗ്രൻ പാലട കൂട്ടി സദ്യയുമുണ്ട് എല്ലാവരും സിറ്റൗട്ടിൽ വിശ്രമിക്കുമ്പോൾ ഓരോരുത്തരായി ഗ്രൂപ്പ് തിരിഞ്ഞ് സംസാരമാണ്. ആരോണും ദേവും ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് കാര്യമായി എന്തെല്ലാമോ സംസാരിക്കുന്നുണ്ട്. പക്ഷെ കുറുക്കൻ്റെ കണ്ണ് കോഴിക്കോട്ടിലെന്ന് പറയുന്നത് പോലെ ഓൻ്റെ കണ്ണ് കിച്ചുവിലാണ്. ഷാരോൺ പപ്പയ്ക്കൊപ്പം ബിസിനസ് ചർച്ചകൾ, അമ്മമാർ സദ്യയുടെ കറികളുടെ വിവരണം, ജെന്നിയാണിൽ തൂണുമേൽ ചാരി ഗംഭീര ഉറക്കം. കിച്ചുവിന് ആകെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയും. അതിനിടയിൽ അവൻ്റെ നോട്ടം അവൾക്ക് വല്ലാതെ ചൊടിപ്പിക്കുന്നു. അവൾ ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റു. ഓയ് ലിസൺ ഗൈസ്, എല്ലാവരും കൂടെ കിൻഡർ ഗാർഡൻ സ്റ്റുഡൻസിനെ പോലെ ബ്ലാ ബ്ലാ അടിക്കല്ലേ, നമുക്ക് ജോയിനായിട്ട് അന്താക്ഷരി കളിക്കാം. വിന്നറിന് ഗിഫ്റ്റ് എന്താ? ദേവ് വിളിച്ചു കൂവി. എനിത്തിങ്, ജയിക്കുന്ന ആൾ എന്ത് ചോദിച്ചാലും തരും, ഉറപ്പാണേ? ഇനി വാക്ക് മാറ്റരുത് ദേവ്. ഇല്ലാന്നവൾ അവനെ നോക്കി കണ്ണുരുട്ടി. ആ മറുപടിയിൽ വിടർന്നത് അവൾക്കെതിരെയിരുന്ന ആരുവിൻ്റെ കണ്ണുകളായിരുന്നു. അങ്ങനെ എല്ലാവരും പാടിത്തുടങ്ങി. പപ്പ തുടക്കമിട്ടു. അല്ലിമലർക്കാവിൽ പൂരം കാണാൻ. വാവ്, എല്ലാവരും കൈയടിച്ചു. അടുത്ത ഊഴം കിച്ചുവിനായിരുന്നു. അവൾ പാടി പകുതിയെത്തിയപ്പോൾ അറിയാതെ ആരുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. ഇത് ആർക്കോ ഉള്ള കുത്തുപോലെ കിച്ചു. ദേവ് വീണ്ടും കൗണ്ടറടിച്ചു. എല്ലാവരും പാടി അവസാനം കിച്ചുവിനും ആരുവിനും വേണ്ടി മറ്റെല്ലാവരും തോറ്റു പിന്മാറിക്കൊടുത്തു. നെക്സ്റ്റ് ആരോണിൻ്റെ ടേൺ. നീ ഉറങ്ങുവോളം ഞാൻ ഉറങ്ങിയില്ലല്ലോ, നീ ഉണർന്നു നോക്കുമ്പോഴും നിന്റെ കൂടെ ഉണ്ടല്ലോ. ഇരുമിഴികളും പൂട്ടി കിച്ചു ആ പാട്ട് അവളിലേക്ക് ആവാഹിക്കുമ്പോൾ അവളുടെ ഹൃദയം നേറിയ ആ ദിനങ്ങളിൽ അവനും അതേ അവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു എന്ന് അവൾക്കും മനസ്സിലായിരുന്നു. പിന്നീട് കിച്ചു പാടിയില്ല. തിരികെ ഔട്ട് ഹൗസിലേക്ക് നടക്കുമ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. അങ്ങനെ ആരുവിനെ വിന്നറായി പ്രഖ്യാപിച്ചു. അവൾ പാടാതെ പോയത് കണ്ടപ്പോൾ അവനും ഉള്ളൊന്ന് പിടഞ്ഞു. കാരണം അവൻ്റെ ഉള്ളിലെ അതേ സങ്കടങ്ങളായിരുന്നു അവൾക്കെന്ന് അവനും അറിയാമായിരുന്നല്ലോ. ഇനി ഒരിക്കൽ പോലും അവളുടെ ഉള്ളം ഇനി സങ്കടപ്പെടാൻ അവൻ അനുവദിക്കില്ല എന്ന് അവനൊന്ന് ഉറപ്പിച്ചു. ഗിഫ്റ്റ് കിച്ചുവിൻ്റെ വകയായിരുന്നതിനാലും വിന്നറായ ആര് ചോദിക്കുന്ന എന്ത് ഗിഫ്റ്റും കൊടുക്കുവാൻ കിച്ചു ബാധ്യസ്ഥയായതിനാലും ആ കാര്യത്തിൽ ആരും ഇടപെടാൻ പോയില്ല. വൈകിട്ട് എല്ലാവരും തിരികെ അവരവരുടെ തിരക്കുകളിലേക്ക് തിരിഞ്ഞു. കിച്ചു അപ്പച്ചിയെ കാണാനായി തേവക്കലേക്ക് നടന്നു. ഹാളിൽ ആരെയും കാണാത്തതുകൊണ്ട് അവൾ കിച്ചണിലേക്ക് കയറി. മെയ്ഡ് ആരും എത്തിയിട്ടില്ലേ ഇതുവരെ? വരേണ്ട സമയം കഴിഞ്ഞല്ലോ. അപ്പച്ചിയും മംഗളും ഏട്ടനും ആരുമില്ലേ ഇവിടെ? ആ കാലമാടൻ എവിടാണാവോ? കുരിശി, എന്നെങ്ങാനും കണ്ടാൽ ഇന്നലത്തെ പ്രൈസ് ചോദിക്കും, അതിനു മുന്നേ മുങ്ങാം. അതും പറഞ്ഞ് തിരിഞ്ഞതും പിന്നിൽ നിൽക്കുന്ന ആരോണിനെയാണ് അവൾ കണ്ടത്. വാക്കിംഗ് സ്റ്റിക്കിൽ ചാരി അവളെ തന്നെ നോക്കി നിൽക്കുന്ന അവനെ കണ്ടപ്പോൾ അവളൊന്ന് വിറച്ചു. പറഞ്ഞതെല്ലാം കേട്ടു കാണും പന്നി തമ്പുരാനെ, ഞാനിനി എന്ത് ചെയ്യും? അവൾ പിറുപിറുത്തു. എന്താണെന്ന മട്ടിൽ അവൻ അവളെ രണ്ട് പുരികവും ഉയർത്തി ചോദിച്ചു. അവൾ ഒന്നുമില്ലെന്ന രീതിയിൽ തല ഇരുവശത്തേക്കും അനക്കി. എന്താണെന്ന്? വൈ ആർ യു ഹിയർ? അവൻ കിച്ചൺ ടോപ്പിൽ ചാരി രണ്ട് കൈയും മാറിൽ പിണച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു. അപ്പച്ചി ഇല്ലേ? അവൾ വിക്കി പറഞ്ഞൊപ്പിച്ചു. ഓ, അപ്പോൾ ഉച്ചയ്ക്ക് അപ്പച്ചി പറഞ്ഞില്ലേ പുന്നാര അനന്തരവളോട്, പപ്പയുടെ പിറന്നാളിൻ്റെ അന്ന് ഇത് ശീലമാണ്. വൈകിട്ട് ഓഫർനേജ് വിസിറ്റ്. അമ്മയും അവനും പപ്പയും ദേവും അങ്ങോട്ട് പോയി. തമ്പുരാട്ടി എന്തിനാണാവോ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിയത്? ഒന്നുമില്ല, ഞാനത് അപ്പച്ചിയോട് പറഞ്ഞോളാം. അവൾ തിരികെ പോകുവാൻ ഇറങ്ങിയതും അവൻ കിച്ചണിൻ്റെ ഡോറിലേക്ക് കയറി നിന്നു. ഓയെ, പോവാൻ വരട്ടെ, ഒരു കടം ബാക്കിയുണ്ടല്ലോ, അതങ്ങ് തീർത്തിട്ട് യുമേഗോ. അവൻ അവളെ അടിമുടിയൊന്ന് നോക്കിയിട്ട് പറഞ്ഞു. എന്ത് കടം? ആർക്ക്? എന്ത് കൊടുക്കാൻ? ഓ, ഇന്നലത്തെ വിന്നർ, അത് ഞാനാ. ഞാൻ ചോദിക്കുന്നത് എന്തും തരുമെന്നാ നിന്റെ വാക്ക്, മറന്നോ? ഇയാൾ ചോദിക്കുന്നത് എന്തും അല്ല, വിന്നർ ചോദിക്കുന്നത് എന്ന് അവൾ അവനെ തിരുത്തി. ഓ യെസ്, ഐ നോ. അൺഫോർച്ചുനേറ്റ്ലി ഞാനാണ് വിന്നർ. സോ എൻ്റെ കണ്ടീഷൻ ഞാൻ പറയാം. യു ഹാവ് ടു പേ ഫോർ ഇറ്റ്, ഷുവർ നാ? അവൻ തെല്ലും ലാസ്യതയോടെ ചോദിച്ചു. അവളൊന്ന് മൂളി. അവൻ കിച്ചൺ ടോപ്പിൽ നിന്നും മാറി വർക്ക് സ്റ്റിക്കും കൊണ്ട് നടന്ന് അവൾക്കരികിൽ വന്നു നിന്നു. അവൻ അവൾക്കരികിൽ നടക്കുന്തോറും അവൾ പിന്നിലേക്ക് ചുവടുവെച്ചു കൊണ്ടിരുന്നു. പിന്നിലേക്ക് നീങ്ങി അവൾ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ തട്ടി നിന്നു. വീണ്ടും പിന്നിലേക്ക് നീങ്ങി ഫ്രിഡ്ജിൻ്റെ തൊട്ടരികിലുള്ള വാളിലേക്ക് ചാരി നിന്നു. അവൾക്ക് പിന്നാലെ അവനും അവളെ തൊട്ടില്ല എന്ന മട്ടിൽ അവൾക്കരികിലേക്ക് ചേർന്ന് നിന്നു. അവളുടെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ അവൻ ചേർന്ന് നിന്നപ്പോൾ അന്നത്തെ ആ രാത്രി അവൾക്ക് മനസ്സിൽ തെളിഞ്ഞു. അവൾ ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് നെഞ്ചൊന്ന് ഒട്ടിച്ചു പിടിച്ചു. ആ ഗ്യാപ്പിൽ അവനെ പിന്നോട്ടൊന്ന് തള്ളി. കരിങ്കല്ല് പോലെ ഉറച്ചു നിൽക്കുന്ന ആളുണ്ടോ? അനങ്ങുന്നു. അവൻ്റെ വാക്കിംഗ് സ്റ്റിക്ക് താഴേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അവൻ അവളുടെ രണ്ട് കൈകളും അവൻ്റെ ഇടത്തെ കൈ കൊണ്ട് കുരുത്തു പിടിച്ചു. ഇവൻ ഇതെന്താണ് ഈ കാണിക്കുന്നത് എന്നറിയാതെ അവൾ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്നാണ് ഫ്രിഡ്ജിൻ്റെ ഡോർ അവൻ തുറക്കുന്നത്. അവൾ അപ്പോഴും അവൻ എന്താണ് ചെയ്യുവാൻ പോകുന്നതെന്നുള്ള അങ്കലാപ്പിലായിരുന്നു.